Okay, how to find about trader? അപ്പോൾ എങ്ങനെയാണ് ട്രേഡേഴ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ട്രേഡ് ആൻഡ് ട്രേഡേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്? ഓക്കെ, നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ പാലക്കാടൻ കലം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സ്പെഷ്യൽ കലത്തിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻസ്, അത് അത്രയും ഫൈനായിട്ടുള്ള പ്രോഡക്റ്റോ അല്ലെങ്കിൽ അത്രയും ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റോ ആയതുകൊണ്ടായിരിക്കണം അതിന് ഇമ്പോർട്ടൻസ്. ദിസ് ഫൈൻ പോട്ടറി എസ്പെഷ്യലി ബൗൾസ് ആൻഡ് പ്ലേറ്റ്സ് വെയർ ഫൗണ്ട് ഫ്രം സെവറൽ ആർച്ചിയോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അവിടെ അത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്? ഈ ആർക്കിയോളജിക്കാർ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അവർ മെല്ലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് മെല്ലെ കുഴിച്ചു നോക്കും. അപ്പം അവിടെ നിന്നാണ് ഈ ഉപയോഗിച്ചിരുന്ന കാലത്തിൻ്റെ ഒരു പക്ഷേ പകുതിയോ എന്തൊക്കെ കിട്ടിയിട്ട് നമ്മൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നു. ട്രേഡേഴ്സ് മേ ഹാവ് ക്യാരിഡ് ദം ഫ്രം പ്ലേസസ് വെർ ദേ വെർ മെയ്ഡ് ടു സെൽ ദം ടു അതർ പ്ലേസസ്. സൗത്ത് ഇന്ത്യ വാസ് ഫേമസ് ഫോർ ഗോൾഡ്, സ്പൈസസ്, എസ്പെഷ്യലി പെപ്പർ ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ്. പെപ്പർ വാസ് പെർട്ടിക്കുലർലി വാല്യൂഡ് ഇൻ റോമൻ എംപയർ അല്ലേ? ശരിക്കും കുരുമുളകാണ് ഒരു പക്ഷേ നമ്മൾ ബ്രിട്ടീഷ് എംപയറിൻ്റെ കീഴിൽ കൊണ്ടുവന്നതെന്ന് പറയാം. കാരണം അത്രയ്ക്കും സ്പൈസസിലെ രാജാവായിരുന്നു ഈ കുരുമുളക്. അപ്പോൾ അത് ആദ്യം അതിൻ്റെ ഗുണഗണങ്ങൾ എത്തിയത് റോമൻ എംപയറിലാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിനെ കറുത്ത സ്വർണ്ണം എന്ന് വിളിക്കാൻ തുടങ്ങി. അത്രയും ടേസ്റ്റി ആയിരുന്നു നമ്മുടെ black gold, കുരുമുളക്. So traders carried many of these goods to Rome in ships across the sea and by land in caravans. There must have been quite a lot of trade as many Roman gold coins have been found. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കോയിൻസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടാവും. ട്രേഡ് നടത്തുമ്പോൾ എന്തായാലും കോയിൻ കൊണ്ടാണല്ലോ. അപ്പോൾ റോമൻ കോയിൻ്റെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ, ഇപ്പം അതിൻ്റെ കൊണ്ട് യൂസ് ഇല്ലായിരുന്നെങ്കിലും അതന്ന് ഇവിടെ ഭൂമിയിൽ തന്നെ ഇട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കോയിനുകളൊന്നും കാലം കൊണ്ട് മാറുന്നില്ലാത്തതുകൊണ്ട് അത് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ, ട്രേഡേഴ്സ് എക്സ്പ്ലോർഡ് സെവറൽ സീ റൂട്ട്സ്. അപ്പോൾ ട്രേഡേഴ്സ് ഇവിടെ എങ്ങനെ എത്തിയിട്ടുണ്ടാവും? റോമൻ ആൾക്കാർ ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അന്ന് പ്ലെയിനൊന്നും ഇല്ലല്ലോ, എന്തായാലും കടൽ കടന്ന് തന്നെ വരണം. അപ്പോൾ അവർ ഷിപ്പിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ഫോളോഡ് ദ അപ്പോൾ ചിലർ ഒരു പക്ഷേ നടന്ന് അല്ലെങ്കിൽ വല്ല ആനിമലിൻ്റെയും പുറത്തോ കയറിയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അറേബ്യൻ സീ, ബേ ഓഫ് ബംഗ്ലാർ, വെയർ സെയിലേഴ്സ് ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ മൺസൂൺ വിൻഡ്സ് ടു ക്രോസ് ദ സീസ് മോർ. അപ്പം മൺസൂൺ വിൻഡ്സ് ഈ ഇവിടേക്കായിരിക്കുമല്ലോ, ഈ ചായവിലേക്കായിരിക്കും വീശുന്നുണ്ടാവില്ല. കാരണം ആ കാലത്ത് നമുക്ക് ഇവിടെ മഴയുണ്ടാവണമെങ്കിൽ എന്തായാലും കാറ്റ് ഈ ദിശയിലേക്ക്. അപ്പോൾ കാറ്റ് ഈ ദിശയിലേക്കാണെങ്കിൽ ഷിപ്പിൻ്റെ മൂവ്മെൻറ്റ് എളുപ്പം മൂവ് ചെയ്യും. So if they wanted to reach the western coast in the subcontinent from East Africa, Arabia, they chose to sail with the southwest monsoon. അപ്പോൾ ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും അവരുടെ ട്രാവലിംഗ്. കുറേ നമുക്കിപ്പോൾ അത് നോക്കേ വേണ്ട, കാരണം ഇപ്പോൾ ലാൻഡ്, എയർ പറഞ്ഞിട്ട് എല്ലാ വിഭാഗവും ഉണ്ട് നമുക്ക് അല്ലേ? പിന്നെ the southern half of the subcontinent is marked by a long coastline with hills, plateaus and river valleys. Among the river valleys, that of Kaveri is the most fertile. Chiefs and kings who controlled the river valleys and the coast became rich and powerful. Sangam points mention the Muvendar. This is the Tamil word meaning the three chiefs used for the heads of the three ruling families, the Cholas, Cheras and Pandyas, who became powerful in South India around 2300 years ago. അപ്പം ആ സമയത്ത് ഈ കോസ്റ്റൽ ഏരിയയിൽ കൂടെയാണ് ആ സമയത്ത് ട്രേഡിങ് വന്നത്. ആ ട്രേഡിങ് വന്നതുകൊണ്ട് തന്നെ ഈ കോസ്റ്റിലുള്ളത് എന്ത് ചെയ്തു? കരകളിലൂടെയാണല്ലോ, അല്ല ഈ കടലിലൂടെ സഞ്ചരിക്കുന്നവരെന്തായാലും കരയിലല്ലേ ഈ സാധനങ്ങളൊക്കെ ഇറക്കാം. അപ്പം തന്നെ അവിടെ ട്രേഡ് കൂടുതൽ നടക്കുന്നതുകൊണ്ട്, അവിടെ കച്ചവടം കൂടുതൽ നടക്കുന്നതുകൊണ്ട് പൈസ അവിടെ ആയിരിക്കും കുമിഞ്ഞുകൂടുക. അപ്പോൾ അവിടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാ രാജാക്കന്മാരും ഇവിടേക്ക് വരാൻ, ഈ ഏരിയയിലേക്ക് വരാൻ താല്പര്യപ്പെട്ടു. അപ്പോൾ അവിടെ ഈ തമിഴ്നാട്ടിൽ പറയുകയാണ് എല്ലാ രാജ്യത്തിൻ്റെയും സ്ഥിതി അതാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ മൂവെന്താർ, അതായത് ത്രീ റൂളിംഗ് ഫാമിലീസ്, ചേര രാജാക്കന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ, ഇവർക്കൊക്കെ ഉള്ള മൂവെന്താസ് ഇവരാണ് ഇത് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഹു ബിക്കെയിം പവർഫുൾ ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ ആകെ തുകയായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അന്നത്തെ കാലത്ത് ട്രേഡിങ് എല്ലാ കേരളത്തിൽ തന്നെ നമ്മുടെ കുരുമുളക് ഏറ്റവും ഫേമസ് ആയതുകൊണ്ട് മറ്റു രാജ്യക്കാരൊക്കെ, ഒരാൾ പറഞ്ഞു കേട്ടിട്ട് മറ്റു രാജ്യക്കാരൊക്കെ അതിനു വേണ്ടി വന്നു. അപ്പം സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വിലയും കൂടും. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലുള്ള
ആരാണോ ചീഫ് അയാൾക്കാണല്ലോ കൂടുതൽ തുക കിട്ടുക. അപ്പോൾ അവർ അത്രയും ഫേമസ് ആവാനും തുടങ്ങി. അപ്പം ഈ മൂവൻദാസ് എന്ന് പറഞ്ഞാൽ ചേര രാജാക്കന്മാർ, ചേര ചോളാസ് ആൻഡ് പാണ്ഡ്യാസിൻ്റെ ടാക്സ് കളക്ട് ചെയ്യാൻ മെയിൻ ചീഫാണ് അവരാണ്. അപ്പോൾ ഈ മൂവൻദാസ് അവരും ഫേമസ് ആയി. ഈച്ച് ഓഫ് ദി 3 chiefs have 2 centers of power on inland and on the coast. അപ്പം രാജ്യത്തിൻ്റെ ഉള്ളിൽ ഇവർക്ക് തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ കോസ്റ്റൽ ഏരിയാസ്. Of these 6 cities, 2 were very important. ഏതായിരുന്നു? പുഹാറും. അപ്പം വേറെ സിറ്റീസിലൊക്കെ വെച്ച് നോക്കുകയാണ് പുഹാറും കാവേരി പട്ടണം. അപ്പം എന്താ ചോള രാജാക്കന്മാരതാണ് അത്. ആൻഡ് മധുരൈ ദ ക്യാപിറ്റൽ ഓഫ് പാണ്ഡ്യാസ്. The chiefs did not collect regular taxes. Instead, they demanded and received gifts from people. ടാക്സ് അവർ കളക്ട് ചെയ്തേ ഇല്ല. അവർക്ക് വേണ്ട സാധനങ്ങൾ പീപ്പിളിൻ്റെ അടുത്ത് ഗിഫ്റ്റായിട്ട്, അതായത് തന്നു എന്നുള്ള കണക്കിൽ അങ്ങോട്ട് വാങ്ങി. ഓക്കെ, ദേ ഓൾസോ വെൻ ടു മിലിറ്ററി എക്സ്പെഡീഷൻസ് ആൻഡ് കളക്റ്റഡ് ട്രിബ്യൂട്ട് ഫ്രം നെയ്ബറിങ് ഏരിയാസ്. അപ്പം മിലിറ്ററിനുമായിട്ട് പോയി മറ്റ് ഏരിയാസിൽ നിന്നും അവർക്ക് വേണ്ടതൊക്കെ കളക്ട് ചെയ്തു. They collected tribute from, they kept some of the wealth and distributed the rest among the supporters, including. അപ്പം കൂടെ ആളെ നിർത്താൻ വേണ്ടിയിട്ട് അവർ ഇതിൽ കുറച്ചൊക്കെ എടുത്തു, ബാക്കിയുള്ളത് കൂടെ നിർത്തുന്ന ആൾക്കാർക്ക് വേണം. എന്നാലല്ലേ അവർ ഏത് കാലത്തും താങ്ങി നടക്കുള്ളൂ. Members of their families, soldiers and poets. Many poets whose compositions are found in Sangam collection composed poems in praise of chiefs who often rewarded them with precious stones. അപ്പം എന്ത് ചെയ്തു എന്ന് തന്നെ ഇവരുടെ ഇമ്പോർട്ടൻസ് കണക്കാക്കാൻ വേണ്ടിയിട്ട് അവർ പോയംസ് പാട്ട് പാടി ഇവരുടെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെ വെച്ചു. Around 200 years later, a dynasty known as the Satavahanas became powerful in Western India. The most important ruler of Satavahana, Shadakarni. We know about him from the inscription composed by his mother, Gautami Balas. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. The story of silk route. The rich glossy colors of silk as well as its smooth texture make it highly valuable fabric in most society. അല്ലേ, സിൽക്ക് ഇപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ആണ്. അപ്പം മേക്കിംഗ് സിൽക്ക് ഇസ് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. റോസ് സിൽക്ക് ഹാസ് ടു ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം കൊക്കൂൺ. അല്ലേ, സിൽക്ക് വേം പുഴുവിൻ്റെ മുകളിൽ നിന്ന് ആ ചൂടുവെള്ളത്തിലിട്ട് ആ നൂല് ഒന്നായിട്ട് വലിച്ചെടുത്ത് പിന്നെ അത് ത്രെഡാക്കി ആ ത്രെഡ് കൊണ്ട് ക്ലോത്ത് ഉണ്ടാക്കണം. അപ്പം അത് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ടെക്നിക്സ് ഓഫ് മേക്കിംഗ് സിൽക്ക് ചൈനയിലായിരുന്നു ഫസ്റ്റ് കണ്ടുപിടിച്ചത്. ക്ലോസ്ലി ഗാർഡ്. പക്ഷേ ഇത് സീക്രട്ടായിട്ട് വെച്ചു, കുറേ കാലങ്ങൾക്ക് സീക്രട്ടായിട്ട് വെച്ചു, ആർക്കും കാണിച്ചൊന്നുമില്ല, കാരണം അത് അവരുടെ മാത്രമായിട്ട് വെച്ചിരുന്നു. അപ്പം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ചൈനയിലേക്ക് പോയ ചില കാൽനടയായിട്ട് പോയ ചില ആൾക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ സാധനത്തിനെ മെല്ലെ ഈ ഇന്ത്യയിലേക്കും കൊണ്ടുവന്നു. അപ്പോൾ അവർ പോയ വഴീനെയാണ് സിൽക്ക് റൂട്ട്. കാരണം അന്ന് വരെ അതിൻ്റെ സീക്രറ്റ്സ് വേറെ ആരും അറിഞ്ഞില്ല, ഇവരിലൂടെയാണ് ലോകം അറിഞ്ഞത്. സംടൈംസ് ചൈനീസ് റൂളേഴ്സ് സെൻഡ് ഗിഫ്റ്റ്സ് ടു സിൽക്ക് to rulers in Iran and West, and from there the knowledge of silk spread further west. Wearing silk became the fashion amongst rulers and rich people. It was very expensive. It had to be brought all the way from China along dangerous routes through mountains and deserts. People living along the route often demanded payments for allowing traders to cross. അപ്പോൾ ആ കാലത്ത് ഈ തഗ്സ് എന്ന് പറയുന്ന ആളുകളും ഉണ്ടായിരുന്നു. ഈ വഴി ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള സിൽക്ക് കൊണ്ടുവന്ന വഴി അത് കൊണ്ടുവന്നതിനുള്ള കാശ് ഞങ്ങൾക്കും തരണം, അവരും കൂടെ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളും കൂടിയായിരുന്നു അത്. ഓക്കെ, the best known of the rulers who controlled silk route were Kushanas, who ruled over Central Asia and Northwest India around 2000 years ago. Their 2 major centers of power were Peshawar and Mathura. Takshila was also included in their kingdom. During their rule, a branch of silk route extended from Central Asia down to seaports. Okay, that is how the silk route in the Kushanas ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ്. ആ പോയ വഴീനെയാണ് അവർ സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. The spread of Buddhism. The most famous Kushana ruler was Kanishka, who ruled. He organized a Buddhist council where scholars met and discussed important matters. Ashwagosha, a poet who composed a biography of the Buddha and Buddha Charita, lived in his court. Ashwagosha and other Buddhist scholars now began writing Sanskrit.
A new form of Buddhism known as Mahayana Buddhism now developed. This had two distinct features. The Buddha presence was shown in sculpture by using certain signs. His attainment of enlightenment was shown by the sculptures of people tree. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചിത്രങ്ങളിലൂടെയും വരകളിലൂടെയാണ് നമ്മൾ അറിയുന്നത്. Buddhism also spread to western and southern India, where dozens of caves were hollowed out of hills for monks to live in. അപ്പോൾ അത് നമുക്ക് ഇപ്പോഴും കാണാം. കേവ്സ് മെല്ലെ തുറന്നെടുത്ത് അതിൻ്റെ ഉള്ളിലാണ് ഈ ബുദ്ധിസ്റ്റ് മോൺസ്. നമ്മളിപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത് അല്ലേ. അവർ പ്രത്യേകം ഇതുണ്ടാക്കുന്നതിലും അപ്പുറം അവർ ഈ കേവ്സിലൊക്കെയാണ് ജീവിച്ചിരുന്നത്. സം ഓഫ് ദീസ് കേവ്സ് വെർ മെയ്ഡ് ഓഫ് ഓൺ ദ ഓർഡേഴ്സ് ഓഫ് കിങ്സ് ആൻഡ് ക്വീൻസ്, അതേഴ്സ് ബൈ മെർച്ചൻറ്റ്സ് ആൻഡ് ഫാമേഴ്സ്. അപ്പോൾ ഈ ബുദ്ധിസത്തിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇത് ഉണ്ടാക്കിപ്പിച്ചത്. These were often located near passes through western Ghats. Roads connecting prosperous ports on the coast with cities in the Deccan ran through these passes. Traders probably halted in these cave monasteries during their travels. അപ്പോൾ ഇത് അധികം കോസ്റ്റൽ ഏരിയൻ്റെ അടുത്തായതുകൊണ്ട് ഈ ട്രെയിനിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ ഒരു പക്ഷേ ബുദ്ധിസ്റ്റ് ഇതിൽ താമസിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെയായിരിക്കണം ബുദ്ധിസം വേൾഡ് വൈഡായിട്ട് Sri Lanka, Myanmar, Thailand, other parts of Southeast Asia, including Indonesia, വരെ ഈ ബുദ്ധിസത്തിനെ പറ്റിയിട്ടുള്ള അറിവെത്തിയത്. This older form of Buddhism, known as Theravada Buddhism, was more popular in these areas. The quest of the pilgrims. As traders journeyed to distant lands in caravans, ships, pilgrims often travelled with them. അപ്പോൾ ഈ മതം പ്രചരിക്കുന്നവരെ എന്ത് ചെയ്തു, ഇവരുടെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ദ ബെസ്റ്റ് നോൺ ഓഫ് ദീസ് ആർ ദ ചൈനീസ് ബുദ്ധിസ്റ്റ് പിൽഗ്രിം ഫാ ഹിയാൻ. ചൈനയുടെ ബുദ്ധിസ്റ്റ് പിൽഗ്രിം ആരാണ്? ഫാ ഹിയാൻ, who came to continent about 1600. Xuanzang and Yiqing, who came about 50 years. They came to visit places associated with the life of Buddha. ഓക്കെ, ആ ബുദ്ധം ശരിക്കും ബുദ്ധമതം പ്രചരിപ്പിച്ച സ്ഥലം കാണാൻ ഇവരൊക്കെ ഒരു പക്ഷേ അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വിസിറ്റ് ചെയ്ത്. ഈച്ച് ഓഫ് ദിസ് പിൽഗ്രിംസ് ലെഫ്റ്റ് ആൻ അക്കൗണ്ട് ഓഫ് ഹിസ് ജേർണി. ദേ റോട്ട് ഓഫ് ദ ഡേഞ്ചേഴ്സ് ദേ എൻകൗണ്ടേർഡ് ഓൺ ദെയർ ട്രാവൽസ്, വിച്ച് ഓഫൻ ടുക്ക് ഇയേഴ്സ് ഓഫ് കൺട്രീസ് ആൻഡ് മൊണാസ്ട്രീസ് ദാറ്റ് ദേ വിസിറ്റഡ് ആൻഡ് ദ ബുക്സ് ദേ ക്യാരിഡ് ബാക്ക് വിത്ത് ദം. അപ്പം അവർ ഇത്രയും വർഷങ്ങളെടുത്തു അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എഴുതി അവസാനം അവരുടെ ബുക്സിൽ നിന്നാണ് നമുക്ക് ഈ അറിവ് കിട്ടുന്നത്. Xuanzang, who took the land route back to China, carried back with him statues of Buddha made of gold, silver and sandalwood. അപ്പോൾ ഗോൾഡിലുള്ള സിൽവറിലുള്ള സാൻഡൽവുഡിലുള്ളത് സ്വാൻസാങ് ചൈനയിലേക്ക് കൊണ്ടുപോയി. പിന്നെ 600 മാനുസ്ക്രിപ്റ്റ്സ് 20 ഹോഴ്സസിൻ്റെ ബാക്കിലാണ് കൊണ്ടുപോയി. 50 മാനുസ്ക്രിപ്റ്റ് വെർ ലോസ്റ്റ് വെൻ ദ ബോട്ട് ഓൺ വിച്ച് ഹി വാസ് ക്രോസിങ് ദ ഇൻഡെക്സ് ക്യാപ്സൈസ്. അതിന് ആ ബോട്ടിനെ കീഴടക്കിയപ്പം കുറേ 50 ബുക്സ് പോയി. He spent the rest of his life translating the remaining from. ബാക്കിയുള്ള ജീവിതം മുഴുവൻ അങ്ങനെ ആ സാൻസ്ക്രിറ്റിലുള്ള എഴുതിയത് ചൈനീസിലേക്ക് മാറ്റുന്നതിലുള്ള തിരക്കിലായിരുന്നു. The beginning of Bhakti. This was also the time when the worship of certain deities, which became a central feature of later Hinduism, gained in importance. These deities include Shiva, Vishnu and goddess Durga. അപ്പം കുറച്ചുകൂടി കാലങ്ങൾക്ക് ശേഷം ശിവൻ, വിഷ്ണു, ദുർഗ ഇവരാണ് ഇമ്പോർട്ടൻ്റ് ഡൈറ്റീസ്. ഇവരിലേക്കാണ് ലയിച്ചാലാണ് നമ്മൾ പരമപാദം എത്തുക എന്നുള്ളൊരു വിശ്വാസം വന്നു. ദീസ് ഡൈറ്റീസ് വെർ വർഷിപ്പ് ത്രൂ ഭക്തി ആൻഡ് ദ ഐഡിയ ബിക്കം വെരി പോപ്പുലർ. ഓക്കെ, ആ ഭക്തി എന്ന് പറഞ്ഞാൽ ജനറൽ ഡിവോഷനാണ് അല്ലേ. എനിബഡി വിത്ത് റിച്ച് ഓർ പ്യുവർ ബിലോങ്ങിങ് ടു സൈക്കിൾ കുഡ് ഫോളോ ദ പാത്ത് ഓഫ്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. വലിയ ജാതിയിലോ ചെറിയ ജാതിയിൽ കീഴ്ജാതിയിലോ ജനിച്ചു എന്നുള്ളതല്ല. ഗീത, എ സേക്രഡ് ബുക്ക് ഓഫ് ഹിന്ദുസ് വിച്ച് ഇസ് ഇൻക്ലൂഡഡ് ഇൻ മഹാഭാരത. In this Krishna, the god asks Arjuna, his devotee as a friend, to abandon all dharmas and take refuge in him, as only he can set Arjuna free from every evil. This form of worship gradually spread to different parts of the. അതാണ് മഹാഭാരതത്തിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നീ ബാക്കിയുള്ള എല്ലാ വിശ്വാസത്തിലും ജയിച്ച് നീ എന്നിൽ മാത്രം വിശ്വസിക്കും, കാരണം എനിക്ക് നിന്നെ മറ്റുള്ളതിൽ നിന്ന് മോചിപ്പിച്ച് എല്ലാ ചീത്ത കാര്യങ്ങളിൽ നിന്നും മോചിപ്പിച്ച് നിന്നെ നിർവ്വാണപദത്തിലെത്തിക്കാം. ഇതാണ് ലോകം മുഴുവൻ പിന്നെ പ്രചരിക്കാൻ തുടങ്ങി. So this I hope you understood this lesson. This is a pretty important lesson, so do study this lesson.